24 ബിഗ് ഇംപാക്ട്. കേരള സ്കൂൾ ബാഡ്മിന്റൺ ടീമിന് ടിക്കറ്റ് ലഭിക്കാത്ത സംഭവത്തിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഇടപെടലുണ്ടായി. കുടുങ്ങിക്കിടക്കുന്ന വിദ്യാർത്ഥികൾക്ക് യാത്രയ്ക്കായി പകരം സംവിധാനം ഒരുക്കി നൽകും. ഇതുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകൾ നടക്കുകയാണ്. 24 വാർത്തയെ തുടർന്നാണ് നടപടിയുണ്ടായത്. AV ജയശങ്കറാണ് തിരുവനന്തപുരത്തു നിന്ന് വിവരങ്ങൾ ഇതു സംബന്ധിച്ച് ഏറ്റവും പുതിയ വാർത്തകൾ നൽകിയത്. വിദ്യാഭ്യാസ വകുപ്പിന്റെ ഇടപെടലുണ്ടായത് നേരത്തെ വിഷ്ണു ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞതാണ്. ഇതിലൊരു വിശദീകരണമല്ല നമുക്ക് ആവശ്യം, കൃത്യമായ ഇടപെടലുണ്ടാകണം. കുറേ നേരമായി അവരിങ്ങനെ ക്ഷീണിച്ച് കാത്തു നിൽക്കുകയാണ്. എപ്പോൾ പുറപ്പെടാനാകും, അതിനെന്ത് സംവിധാനം ഒരുക്കും, ഇതെല്ലാം ആണ് കൃത്യമായി അറിയേണ്ടത്. അക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടായിരിക്കുന്നു എന്നാണ് നമുക്കിപ്പോൾ വരുന്ന വാർത്തകളിൽ നിന്ന് മനസ്സിലാകുന്നത്. അവർക്ക് പകരം സംവിധാനം ഏർപ്പെടുത്താനുള്ള കൂടിയാലോചനകളാണ് ഇപ്പോൾ നടക്കുന്നത്. AV ജയശങ്കറാണ് ഈ കാര്യം റിപ്പോർട്ട് ചെയ്തത്. ജയശങ്കർ ചേരുന്നുണ്ട്. ജയശങ്കർ, നമുക്ക് വലിയ അഭിമാനമാകുന്ന വാർത്തയാണ്. കാരണം നമുക്കറിയാലോ, ഈ കായിക താരങ്ങൾ എന്ന് പറയുന്നത് എക്കാലവും സംസ്ഥാനത്തിൻ്റെ രാജ്യത്തിൻ്റെയൊക്കെ അഭിമാനമായി മാറേണ്ടവരാണ്. അവർക്ക് യാത്രയ്ക്ക് സൗകര്യം ഒരുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനവുമാണ്. ഇപ്പോൾ ഏതെങ്കിലും തരത്തിലൊരു പകരം സംവിധാനം, അതാണോ തീരുമാനം? അതായത് കേരള സ്കൂൾ ബാഡ്മിന്റൺ ടീമിന് ഇത്തരത്തിൽ ടിക്കറ്റ് നേരത്തെ തന്നെ ബുക്ക് ചെയ്തിരുന്നു എന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് നിലവിൽ പറയുന്നത്. അതായത് AC കോച്ചിൽ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. അവസാന നിമിഷമാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത്. ഈ സാഹചര്യം പരിഗണിച്ചുകൊണ്ട് EQ കോട്ടയിൽ ഇവരുടെ ടിക്കറ്റുകൾ ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ടിക്കറ്റ് കൺഫേം ആയില്ല എന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് നിലവിൽ നൽകുന്ന വിശദീകരണം. എന്തായാലും വിദ്യാർത്ഥികൾക്കും ഒപ്പം പോകുന്ന അധ്യാപകർക്കും പകരം സംവിധാനം ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വിദ്യാഭ്യാസ വകുപ്പ് നിലവിൽ നടത്തുന്നുണ്ട്. ഏത് തരത്തിൽ പകരം സംവിധാനം ഒരുക്കാൻ സാധിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകൾ നിലവിൽ നടത്തുന്നുണ്ട്. എന്തായാലും വിദ്യാർത്ഥികൾക്ക് ഈ മത്സരത്തിൽ പങ്കെടുക്കാനുള്ള സംവിധാനം ഉറപ്പാക്കുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ നിലവിൽ നൽകുന്ന സൂചന. പകരം റെയിൽവേയുമായി തന്നെ കൂടിയാലോചിച്ച് പകരം മറ്റേതെങ്കിലും ട്രെയിനിൽ ഇവരെ അങ്ങോട്ട് എത്തിക്കാൻ ആകുമോ എന്ന കാര്യമാണ് നിലവിൽ പരിശോധിക്കുന്നത്. ഇത് സാധിച്ചില്ലെങ്കിൽ ബസ് ഉൾപ്പെടെയുള്ള യാത്രാ മാർഗങ്ങളെ കുറിച്ച് ആലോചിക്കും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ആലോചനകൾ വിദ്യാഭ്യാസ വകുപ്പിൽ നടക്കുന്നുണ്ട്. 24 വാർത്തയിലാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഈ ഒരു ഇടപെടൽ. AV ജയശങ്കറാണ് വിവരം നമുക്ക് നൽകിയത്. തിരുവനന്തപുരത്ത് നിന്ന് വിഷ്ണു സുരേഷാണ് കൊച്ചിയിൽ നിന്ന് ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തത്. ഏതായാലും ആശ്വാസകരമായ വാർത്തയാണ്. കുട്ടികൾക്ക് യാത്ര ചെയ്യാനുള്ള പകരം സംവിധാനത്തെക്കുറിച്ചാണ് ഇപ്പോൾ അടിയന്തരമായി കൂടിയാലോചനകൾ നടക്കുന്നത്.